പള്ളി വിരിഞ്ഞിറങ്ങിയപ്പോൾ നമ്മുടെ പഴയ ഒരു കൂട്ടുകാരനെ കിട്ടി. കൂട്ടുകാരനെ കൊണ്ട് ഇനി വീട്ടിൽ വിട്ടിട്ട് വേണം ഓഫീസിൽ ചെല്ലാൻ. ഇന്ന് അമീറിൻ്റെ വക ബിരിയാണിയുണ്ട്. ബിരിയാണി എന്ന് കേൾക്കണ്ട, അതിന് മുമ്പേ ആസിഫ് അവിടെ എത്തിയിട്ടുണ്ട്. പള്ളിയിൽ പോയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ബിരിയാണി കൊണ്ടുവരാമെന്നും പറഞ്ഞ് പോയ ഫുണ്ടേ കാത്തിരുന്ന് ഞാൻ ഉറങ്ങിപ്പോയി. എന്തായാലും മണി 3 ആള് ബിരിയാണിയും കൊണ്ട് വന്നിട്ടുണ്ട്. ആസിഫ് കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് 2 പൊതി ബിരിയാണിയെ മേടിച്ചോളൂ. ഇത് നമ്മുടെ കരുനാഗപ്പള്ളി ഓണാട്ടുകാര ബേക്കറി കിട്ടുന്ന ബിരിയാണി കേട്ടോ. ഇവിടെ 100 രൂപയുള്ളൂ ഒരു ബിരിയാണിക്ക്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 2 പേർക്ക് നന്നായിട്ട് വയറ് നിറച്ച് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട് കേട്ടോ. ഒരു ബിരിയാണിയിൽ ഏകദേശം 3 മീഡിയം പീസും ഉണ്ട്. നല്ല ടേസ്റ്റ് ബിരിയാണിയാണ്. ഇത് അവിടെ ഒരാൾ കൊണ്ട് കൊടുക്കുന്നതാണെന്നാണ് പറഞ്ഞത്. ഒരു ബിരിയാണിക്ക് 100 രൂപ. പുള്ളി ഏകദേശം 100ഓളം ബിരിയാണി ഒരു ദിവസം വിൽക്കുമെന്ന് അറിയാൻ പറ്റിയത്. ഏകദേശം ഒരു ബിരിയാണിക്ക് 30 രൂപ വെച്ച് കിട്ടിയാൽ തന്നെ പുള്ളിക്ക് ഒരു ദിവസം ഒരു 3000 രൂപ വരുമാനമാണ്. മാസത്തിൽ 30 ദിവസം ഈ ബിരിയാണി വിൽക്കാൻ പറ്റിയാൽ അദ്ദേഹത്തിൻ്റെ വരുമാനം എത്രയായിരിക്കും? ഇതൊരു അനുകരണീയമായ ബിസിനസ് മോഡലാണ്. ബിരിയാണി ഉണ്ടാക്കി പല കടകളിൽ കൊണ്ടുപോയിട്ട് സപ്ലൈ ചെയ്യൽ. കൂടുതൽ കഴിക്കാത്തതുകൊണ്ട് ആസിഫ് ഒരു ബിരിയാണി ഒറ്റയ്ക്ക് എന്ന കവർ മൊത്തം വാടിച്ചു നാക്കി. ബിരിയാണിയിൽ നിന്ന് ഞാനിഞ്ഞ് വീട്ടിൽ വന്നു.